അല്പസമയം മുമ്പാണ് നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരുവനന്തപുരത്തേക്ക് എത്തിയത്. നിർണായകമായ ചർച്ചകൾക്ക് തുടക്കമാവുകയാണ്. ഇപ്പം ഘടകകക്ഷികൾക്ക് എത്ര മന്ത്രിമാർ, ഏതൊക്കെ വകുപ്പുകൾ, രമേശ് ചെന്നിത്തല മന്ത്രിസഭയിലേക്കുണ്ടോ എന്ന നിർണായക ചർച്ച ഒരു വശത്ത് ലീഗുമായി ബന്ധപ്പെട്ട ചർച്ച, മറ്റൊരു വശത്ത് കേരള കോൺഗ്രസ് ജോസഫുമായി ബന്ധപ്പെട്ട ചർച്ച. ആ വശത്തെ സമ്മർദ്ദങ്ങൾ ശക്തമാക്കുന്നു. തീരുമാനം ഇന്ന് വൈകുന്നേരം ഉണ്ടാകുമെന്ന് തന്നെ കരുതാം. അതിനിടയിലാണ് തളിപ്പറമ്പിൽ അട്ടിമറി വിജയം നേടിയ ടി കെ ഗോവിന്ദൻ എത്തി രമേശ് ചെന്നിത്തലയെ കണ്ടത്. വിനേഷ് കുമാർ ചേരുന്നു. വിനേഷ്, രമേശ് ചെന്നിത്തല 4 തവണ അവിടെ പോയി സംസാരിച്ച കാര്യം രമേശ് ചെന്നിത്തല പറയുന്നുണ്ടായിരുന്നു. അവർ തമ്മിലുള്ള സൗഹൃദത്തെപ്പറ്റി ടി കെ ഗോവിന്ദൻ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ സൗഹൃദം പുതുക്കുക എന്നർത്ഥത്തിൽ കാണാൻ വന്നതാണോ, അതോ രമേശ് ചെന്നിത്തല ക്യാബിനറ്റിലേക്കുണ്ടോ എന്ന ചോദ്യം ഉണ്ടാകുമ്പോൾ ടി കെ ഗോവിന്ദന്റെ സന്ദർശനത്തിന് മറ്റേതെങ്കിലും തരത്തിൽ രാഷ്ട്രീയമാനമുണ്ടോ? വിനേഷ്, ഹാഷ്മി, തീർച്ചയായും ഇതിനൊരു രാഷ്ട്രീയ മാനമുണ്ട്. കാരണം ഡി കെ ഗോവിന്ദൻ മാത്രമല്ല, മുസ്ലിം ലീഗിൻ്റെ യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ പി കെ ഫിറോസ് ഉൾപ്പെടെയുള്ള ആളുകൾ സന്ദർശിച്ചു. അതുകൂടാതെ ഈ ചെന്നിത്തലയ്ക്കൊപ്പം നിൽക്കുന്ന, ചെന്നിത്തലയുമായി അടുത്ത ബന്ധമുള്ളതും അതുപോലെ തന്നെ കെ സി പക്ഷത്തുള്ളതുമായ നേതാക്കളും ഉൾപ്പെടെ ഇവിടെ സന്ദർശിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. രാവിലെ 9 മണി മുതൽ തന്നെ നേതാക്കളെല്ലാം തന്നെ എത്തിത്തുടങ്ങുന്നുണ്ട്, നമുക്ക് കാണാൻ കഴിയും. പക്ഷേ ഒരു കാര്യം എടുത്തു പറയാം, രമേശ് ചെന്നിത്തല രാവിലെ മുതൽ തന്നെ സന്തോഷവാനാണ്. അതുപോലെ തന്നെ ആ ഒരു ചെന്നിത്തല ക്യാമ്പും ഒരു ആവേശം കാണാനുണ്ട് നമുക്ക്. കാരണം എന്തോ ഒരു ഉറപ്പ് കിട്ടിയെന്ന് വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയും. അതെന്താണ്, എങ്ങനെയാണ് എന്ന് അറിയുന്നില്ല. എന്തായാലും അദ്ദേഹത്തിന് എന്തോ ഒരു ഉറപ്പ് എവിടെ നിന്നോ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളൊരു തോന്നൽ സൃഷ്ടിക്കുന്ന രീതിയിലുള്ള ഒരു ഇടപെടൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ട്. കാരണം മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് കൃത്യമായി പ്രതികരിക്കാൻ തയ്യാറായില്ലെങ്കിൽ പോലും അദ്ദേഹം വളരെ സന്തോഷവാനായി തന്നെ കണ്ടത്. അദ്ദേഹത്തെ ഡി കെ ഗോവിന്ദനാണ് മാധ്യമങ്ങളോട് പ്രതികരിച്ച് രണ്ടുപേരും പുറത്തേക്ക് ഇറങ്ങി വരികയുണ്ടായത്. ആകെ രമേശ് ചെന്നിത്തല 2 തവണ മാത്രമാണെന്ന് പുറത്തേക്ക് വന്നത്, നേതാക്കൾ ഉൾപ്പെടെയുള്ള വന്നപ്പോൾ. രാവിലെ ജ്യോതികുമാർ ചാമക്കാലയും അതുപോലെ തന്നെ മറ്റുള്ള നേതാക്കളും എല്ലാം തന്നെ അബിൻ വർക്കി എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ള യൂത്ത് കോൺഗ്രസിൻ്റെയും ആളുകൾ ഉൾപ്പെടെ ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കും. നമുക്ക് ഈ ദൃശ്യങ്ങൾ തന്നെ കാണാൻ കഴിയും. ഇവിടെ കോൺഗ്രസ് പ്രവർത്തകർ മൊത്തം വീടിന് ചുറ്റും കോൺഗ്രസ് പ്രവർത്തകർ നിൽക്കുകയാണ്. കാരണം ചെന്നിത്തല മന്ത്രിസഭയിലേക്ക് തിരിച്ചു വരണമെന്നാണ് ആഗ്രഹിക്കുന്നതെന്ന് ഡി കെ ഗോവിന്ദൻ പറയുന്നു. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ അഭിപ്രായം അതിൽ നിന്ന് വിഭിന്നമല്ല. പക്ഷേ അദ്ദേഹം ഇപ്പോഴും ആഭ്യന്തര വകുപ്പ് ലഭിക്കണം എന്നുള്ളൊരു ആവശ്യത്തിൽ നിൽക്കുകയാണ്. അത് എത്രത്തോളം പ്രായോഗികമാവും എന്നുള്ളത് കണ്ടറിയണം. എന്തായാലും വി ഡി സതീശനും അതുപോലെ തന്നെ കെ സി വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ കൂടി അല്പസമയത്തിനകം ഇവിടെ എത്തിയേക്കും എന്നൊരു വിവരമുണ്ട്. കാരണം കെ സി എന്തായാലും രമേശ് ചെന്നിത്തലയെ കാണാൻ തീരുമാനിച്ചതാണ്. ഇന്നലെ രാത്രി തന്നെ എത്താൻ തീരുമാനിച്ചതായിരുന്നു. പക്ഷേ ഇന്നലെ അത് അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഇന്ന് സന്ദർശിച്ചേക്കും എന്നൊരു വിവരം കൂടിയുണ്ട്. ഒപ്പം തന്നെ ചെന്നിത്തലയെ അനുനയിപ്പിക്കാൻ വി ഡി സതീശൻ ആവശ്യമെങ്കിൽ എത്തിയേക്കും എന്നുള്ള വിവരം കൂടിയുണ്ട്. നമുക്കറിയാം, കന്റോൺമെന്റ് ഹൗസിൽ UDFന്റെ യോഗം, ഉഭയകക്ഷി ചർച്ചകൾ ഉൾപ്പെടെ നടക്കുന്നതിനിടയിലാണ് രമേശ് ചെന്നിത്തല അതിൽ നിന്നെല്ലാം മാറി വീട്ടിൽ നിൽക്കുന്നത്. സ്വാഭാവികമായും കോൺഗ്രസ് നേതാക്കൾക്കെല്ലാം തന്നെ അതിൻ്റെ പ്രശ്നങ്ങളുണ്ട്. അദ്ദേഹത്തിന് പിന്തുണ നൽകിക്കൊണ്ട് അദ്ദേഹം മന്ത്രിസഭയിൽ ഉണ്ടാകണമെന്നൊരു സന്ദേശം നൽകുന്നതിന് വേണ്ടിയാണ് പ്രധാനമായും കോൺഗ്രസ് നേതാക്കളും അതുപോലെ തന്നെ UDFിലെ ചില നേതാക്കളും ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഹാഷ്മി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.